തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് അത്ര ചെയ്യുന്നത്, തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്നതിനെ കർത്താവായ യേശു കർത്താവ് നിശ്ചിതമായി വിമർശിക്കുക. ബി റിയൽ. ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഒരു പച്ച മനുഷ്യനായി, യഥാർത്ഥ മനുഷ്യനായി തീരാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, മനുഷ്യരെ കാണിക്കാൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ ഒന്നും നടക്കുകയില്ല, ഒന്നും ചെയ്യാനും ഒക്കെയില്ല. ഡോണ്ട് ലിവ് അണ്ടർ ദ പ്രഷർ ഓഫ് ട്രൈങ് ടു ഇംപ്രസ് അതേഴ്സ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ, ഹൈഡിങ് ഹൗ യു ഫീൽ ആൻഡ് ആക്ട് ആസ് ദോ എവറിതിങ് ഓക്കെ. എല്ലാം ഇങ്ങനെ, എല്ലാം പ്രശ്നമില്ല, പ്രയാസമില്ലെന്ന് പറഞ്ഞ് മുൻപോട്ട് നീങ്ങുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. നീറിപ്പുകയുന്ന അഗ്നിപർവ്വതം പോലെ കർത്താവിന് മുമ്പിൽ തുറന്ന് പരിശുദ്ധാത്മാവിൽ സന്തോഷവാനായി, സന്തോഷവതിയായി മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് സഹായിക്കണം. Get off that treadmill that will wear you out. Stop your creativity and still your joy be real. നിൻ്റെ സന്തോഷം ചോർത്തിക്കളയുന്നതായ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കാൻ സാധിച്ചാൽ എത്ര നാളും നിൽക്കാനൊക്കെ ഒക്കെയല്ല. മാനസികമായി പ്രയാസം വരും, മാനസികമായി തളർന്നു പോകും, തകർന്നു പോകും. അതുകൊണ്ട് സന്തോഷത്തോടെ, എപ്പോഴും സന്തോഷത്തോടെ നിനക്ക് നിന്നെ തന്നെ മുഴുവനായി ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ, ദൈവത്തിന് പ്രയോജനമുള്ളവനായി ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ, നീ എപ്പോഴും ദൈവകൃപയോടെ, ദശക്തിയോടെ നിൽക്കും. ദൈവത്തെ വിട്ടുപോയാൽ, ദൈവത്തിൽ നിന്ന് മാറിപ്പോയാൽ, ദൈവികമായ കൂട്ടായ്മ വിട്ടുപോയാൽ, റിയലായിരുന്നാൽ സാധിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അത് നിലനിൽപ്പില്ലാതെ പോകും. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ലോകത്തിന് മുമ്പിൽ പച്ചയായ മനുഷ്യരെ പോലെ നിൽക്കുവാൻ ഞങ്ങളെപ്പോലെ തന്നെ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എന്തെങ്കിലും മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ജീവിക്കാനൊക്കെ നല്ലല്ല ഞങ്ങളുടെ ജീവിതം. കർത്താവെ, വേറെ എന്തെങ്കിലും ഫ്ലേവറിട്ട് ഞങ്ങളുടെ വാക്കുകൾ മുൻപോട്ട് പോകാനൊക്കെ നല്ലല്ല ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ ആത്മാർത്ഥതയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ കാണുമ്പോൾ അപ്രകാരം കാണുവാനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീൽമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവൻ നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷത്തെ അറിയിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്നവർ, സുവിശേഷ നിമിത്തം കഷ്ടം സഹിക്കുന്നവർ, വേദനപ്പെടുന്നവർ, പട്ടിണിപ്പാവങ്ങൾ, പ്രതികൂലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, വിവിധ ചാനൽ സുഹൃത്തുക്കൾ, ഫോട്ടോഗ്രാഫേഴ്സ്, അമേരിക്കൻ ഐക്യനാടുകളിൽ 50 സ്റ്റേറ്റുകളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെനറ്റേഴ്സ്, മേയേഴ്സ്, ഗവർണേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണകൃപ ആ രാജ്യത്തിൻ്റെ മേലും ലോകരാജ്യങ്ങളുടെ മേലും ഞങ്ങളുടെ രാജ്യത്തിന് മേലും ഒരുപോലെ വ്യാപരിച്ചു കൊള്ളണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതുശക്തിയും പുതുബലവും പുതുകൃപയും നൽകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.